ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ സച്ചിന്റെ കല്യാണത്തിന് വേണ്ടി സച്ചിന്റെ കല്യാണമാണ്. സർപ്രൈസ് മതി, നിർത്തിക്കാളാ. അവന്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് പോയിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിലുള്ള കുറുത്തെടുത്തിന്. പിന്നെ ഇപ്പൊ ഫെബ്രുവരി 2-ാം തീയതിയാണ് കല്യാണം. എല്ലാരും നേരത്തെ വരിക. അന്നാണ് പള്ളിക്കാട് ഉത്സവം. ചേക്കാട് പോകാൻ പറയും. എല്ലാരും കല്യാണത്തിനുണ്ട് വരിക. കൃഷ്ണ ഒരു കല്യാണത്തിന് വരിക. ഉത്സവം ഒന്നുമില്ല. പെണ്ണിനെ ഞങ്ങൾ റിവീൽ ചെയ്യൂല. സർപ്രൈസ്. കൂട്ടത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോണ സച്ചിനാണ്. ആദ്യത്തേതും ഇത് ഞങ്ങള് പൊളിക്കും. കാണാത്ത കല്യാണം കത്തും പറഞ്ഞ കത്തും. 2-ാം തീയതി കത്തും. 1ഉം 2ഉം കത്തും. പിന്നെ ഞാൻ പറയണില്ല, ഇന്റെ ആ ടൈമില് ആ സമയത്ത് ഇന്റെ മിമിക്രിയും ഗാനമേളയും ഉണ്ടാകാനാണ്. ഇവ വെറുതെ വന്ന് നിന്നാൽ തന്നെ ഒരു ഓളാണ്. അച്ചട്ടാ മതി, കോമഡി പീസാണ്. പിള്ളേരൊക്കെ പണിയെടുക്കണ്ട്. മൊലാളി തിരക്കില്ല. ഇന്നെന്തല്ല ഒരു ഞായറാഴ്ച ഞങ്ങളെ കൂടെ ഉണ്ട്. രാവിലെ പിന്നെ പോയിട്ടില്ല. എന്തല്ലേ ഈ ഞായറാഴ്ച തിരക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോവാണ്ടായി. പിന്നെ കാണിക്കാറുണ്ട് അച്ഛാ. പിന്നെ കളിക്കാന്ന് സംഭവമല്ല. ഞാൻ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മേ, ഇത് പളനിയാണ്ട മങ്കനിഞ്ഞതടി തങ്കമ്മേ. പിന്നെ നമ്മളെ ശ്രീരഞ്ജിന്റെ ബോഡി ഷോ ഒന്നും ഉണ്ടായിരിക്കും കേട്ടോ. 2-ാം തീയതി കുഞ്ഞുമോന്റെ ബാറ്ററി എത്തിക്കൽ, ബാറ്ററി ഷോ, സ്പാനർ ഷോ ഞാൻ ഉണ്ടാക്കി. എന്റെ വക ഒന്നുമില്ല. ഓട്ടോ ഷോ തേജസിന്റെ പട്ടി ഷോ ഇതിന്റെ പനമര ഷോ, പനമര ഷോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളെങ്ങോട്ടാ പോണേ. ഇപ്പൊ സച്ചിന്റെ സച്ചിന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ക്ലാസ് കണ്ടാ. ഓ ആയിക്കോട്ടെ, അതും ചൂടാൻ കൊണ്ടേ. കണ്ടോ ലയിക്കുന്ന ഗ്ലാസും ഞാനും എല്ലാവർക്കും. ഞാൻ ഗ്ലാസ് വാങ്ങി. എനിക്ക് 300 നാളെ തന്ന പോലെ. എന്താ അങ്ങനെ ഞങ്ങള് സ്യൂട്ട് എടുക്കാൻ മോക്കോ ഇവിടെയാണോ? അത് അതിൻ്റെ മുകളിലോ? നമ്മളിതാ കടയിലെത്തി. ഇവര് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ റിസപ്ഷന് സ്യൂട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ റിസപ്ഷൻ എടുക്കാനുള്ള ഡ്രസ്സിംഗാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഷർട്ട് സെലക്ട് ചെയ്യണം, പാന്റ് കാര്യങ്ങൾ. എങ്ങനെ ഈ ക്ലോത്ത് വല്ലാത്തൊരു ക്ലോത്താണ്. എന്ത് കട്ടില്ലാത്തതാണോ? അതെ. ആരോ ചേട്ടാ, ഹലോ. ആ പറയ്. ആ അപ്പൊ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് താഴത്തുണ്ട്. നോക്കൂ ചേട്ടാ. തെറ്റിടും ഓ എന്നെ കൊറേ കളിയാക്കി. തിരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞേ. അപ്പൊ ഓനെ തിരിച്ചു കണ്ടു പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഓനോട് തെറ്റി. വിളിക്കണോ? മോയരടി എന്തോ തിരക്കിലാണ്. ഇവിടെ വേറെ എടുത്ത് നീച്ചെടുത്തേക്ക് ഒരു കണ്ണാടി. ഇത് എവിടെ പോയാലും ക്യാൻഡി ക്രഷാ. എന്താ സെഡ്ജി ഇത് ഭാരതല്ലോ? എന്റേതോ ഓൻ്റെതാ?
ആ ബ്ലാക്ക് 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 വാച്ച് കണ്ട വാച്ച് കണ്ട എനിക്ക് പറ്റുന്നുണ്ട്. കറവക്കാരൻ കോട്ടിട്ട് പോലെ കൊള്ളല്ലേ ഷൂവും കൂടി ഇട്ടോ റെഡിയാവും. അതിട 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 അത് ഇത് ഭാരത അന്റെ മോന്റെ പെരേരാ ഇതെന്താണെന്നുണ്ടെങ്കിൽ അയ്യാഗുസിലെ റീൽ ഉണ്ടാവും പോയി ചെക്ക് ചെയ്തിട്ടോ കോട്ട കണ്ടിട്ട് പവിഴ എന്തൊക്കെയോ നോക്കണ്ട്. ഷെഡ്ഡി വരെ കല്യാണത്തിന് പുതിയ വാങ്ങി ഒന്നും നോക്കിയില്ല. ഫുള്ള് അടിമുടി. ഓ സൂപ്പർ. എന്താ പറയാനുള്ളത് ഈ അസുലഭ നിമിഷത്തില്? സംഭവം ഞാൻ ഈ കല്യാണത്തിന് അന്ന് റിവീൽ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവന്മാരൊക്കെ പൊട്ടിച്ച് എനിക്ക് ഇന്നലെ ഒരു വലിയ സെയിൽ നടന്നു. അതല്ല അയ്യോ അയ്യോ സീൻ എന്താ അനക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ കെട്ടാൻ പോവാ. നല്ല സങ്കടമുണ്ട്. 2 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന. അതോ എന്താ ചെയ്യാ? ഇവനെ പിന്നെ ആരെ കല്യാണം നടത്താനല്ലോ പിന്നെ സങ്കടം. ഇജ്ജ് പറയും സച്ചിന്റെ കല്യാണമാണ്. നല്ലൊരു ഇതാണ്. ചെക്കനെ കല്യാണമല്ലേ ഷെഡിയൊക്കെ വാങ്ങിയാണ് സീന് കളിയാണ്. എന്തായാലും ചെക്കൻ ഉഷാറാക്കട കല്യാണം കഴിച്ചിട്ടില്ലേ? നമുക്ക് നല്ല റിസപ്ഷനിലെ ബിരിയാണി ഒക്കെ അടിച്ചിട്ട് പൊള്ളിക്കണം നമുക്ക് കല്യാണം. പറയും എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത്? അതല്ല ശ്രീഞ്ച് മാല മേടിച്ചല്ല, സച്ചിന്റെ കല്യാണമാണ്. സച്ചിന്റെ കല്യാണത്തേക്ക് വരാൻ ഫസ്റ്റ് നൈറ്റ് അടിപൊളിയായിരിക്കണം. അടക്കെന്താ പറയാനുള്ളത് സച്ചിന്റെ കല്യാണം? ഫസ്റ്റ് നൈറ്റ് അല്ല മോനെ, പറ കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാല് കല്യാണത്തിന് അന്നേ ഞാൻ എല്ലാം പറയുള്ളൂ. ആയിക്കോട്ടെ, ഉറപ്പല്ലേ? എത്ര കാലത്ത് പ്രണയം? ഇപ്പൊ പറയണോ? ആ പറ. അന്ന് പറയാം. ഇപ്പൊ പറ. ഇപ്പൊ പറ. അയ്യോ കുട്ടീനെ നമ്മള് റിവീൽ ചെയ്യാൻ പാടില്ല. ഇല്ല, കുട്ടീനെ റിവീൽ ചെയ്യില്ല. അതിന്റെ എത്ര കാണുന്നുള്ളൂ കേട്ടോ. ബാക്കി കാണിച്ചാ അനക്കെന്തെങ്കിലും തോന്നിയാലോ? 18+ അതിന്റെ കണ്ടന്റ് കുഴപ്പമില്ല. പക്ഷെ നമ്മള് കുട്ടീനെ അന്ന് കണ്ടാമേ എല്ലാരും. അത്രേ ഉള്ളൂ. ഈ വ്ളോഗിൽ നിങ്ങള് കഥ വന്നാ അതിനും ഫേമസ് ഔട്ടാ. കുറക്കി വീഡിയോന്റെ മുമ്പിൽ കുറച്ച് എല്ലാവരും കാണിച്ചാ ഇത് വരെ കുറക്കി. ആ ഇന്റെ കാർഡിൽ കയറ്റിക്കോ, ഇന്റെ കാർഡിൽ കയറ്റിക്കോ. ആയി ഇപ്പൊ അതിനൊക്കെയല്ലേ ഒപ്പിയെടുക്കും. ഞങ്ങൾ 5 കാണാനുള്ളൂ. അതൊക്കെ ഞാൻ ചെയ്തത് ഇനിയിപ്പോ 3000 2900 ആയില്ലേ? എന്തെങ്കിലും കുറയ്ക്കാണ്, കട്ടിക്കാണ്ട് കുറച്ചുകൂടി പറഞ്ഞിട്ടാണ് ഇത്ര വാങ്ങിയത്. അതന്നെ ഒപ്പനാണ് മോട്ടർ ആക്കിയ ഫുള്ള്. ആകെ ഒരു പാന്റ് ഷർട്ട് എടുക്കാൻ വന്നേ. ഇപ്പൊ മോട്ടർ ഇങ്ങനെ 800 അതും കൂടി അടിക്കണ്ട. ഇത് കാർഡ് കയറ്റിയില്ലേ? ഇതിപ്പോ എത്ര പോയിന്റ് കയറും? 5 പോയിന്റ് കയറും. ആവു 9 പോയിന്റ്.